ഗാസയിൽ ഇസ്രായേലിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? സംശയിച്ചത് തന്നെ സംഭവിച്ചു. ഗസ പിടിച്ചെടുക്കാൻ ഒരുങ്ങുകയാണ് ഇസ്രായേൽ. ഗസ പിടിച്ചെടുക്കാനുള്ള പദ്ധതിക്ക് ഇസ്രായേലിൻ്റെ സുരക്ഷാ ക്യാബിനറ്റ് അനുമതി നൽകി. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസാണ് ഇക്കാര്യം അറിയിച്ചത്. മന്ത്രിസഭാ യോഗത്തിന് മുമ്പ് തൻ്റെ പദ്ധതിയെക്കുറിച്ച് നെതന്യാഹു വ്യക്തമാക്കിയിരുന്നു. ഗസയിലെ മുഴുവൻ പ്രദേശത്തിൻ്റെയും നിയന്ത്രണം പിടിക്കുകയാണ് ഇസ്രായേലിൻ്റെ പദ്ധതി. ഗസയിൽ നിന്ന് ഹമാസിനെ പുറത്താക്കി ഹമാസിനെ എതിർക്കുന്ന സൗഹൃദ അറബ് രാജ്യത്തിന് ഗാസയുടെ നിയന്ത്രണം കൈമാറാനും നെതന്യാഹു പദ്ധതിയിടുന്നു. എന്നാൽ അതിനിടയിൽ ഇസ്രായേലിലെ രാഷ്ട്രീയ നേതൃത്വവും സൈന്യവും ഗസ വിഷയത്തിൽ കടുത്ത ഭിന്നതയിലാണെന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഗാസയുടെ നിയന്ത്രണം പൂർണ്ണമായും പിടിച്ചെടുക്കുന്നതിൽ സൈന്യത്തിന് വിയോജിപ്പുണ്ട്. ഹമാസിൻ്റെ കസ്റ്റഡിയിലുള്ള ബന്ദികളുടെ ജീവൻ അപകടത്തിലാക്കുന്ന നീക്കമാണിതെന്നാണ് സൈന്യം പറയുന്നത്. ബന്ദികളുടെ കുടുംബങ്ങളും ഈ നീക്കത്തെ എതിർക്കുന്നുണ്ട്. എന്നാൽ ഇതിനെയെല്ലാം അവഗണിച്ചാണ് ഗാസ പൂർണ്ണമായും പിടിച്ചെടുക്കാനുള്ള പദ്ധതിയുമായി നെതന്യാഹുവും കൂട്ടരും മുന്നോട്ട് പോകുന്നത്. ഇസ്രായേലിനുള്ളിലും നെതന്യാഹുവിൻ്റെ നടപടിയിൽ ശക്തമായ പ്രതിഷേധം ഉയരുന്നുണ്ട്. അതിനിടയിൽ അഭിപ്രായ വോട്ടെടുപ്പുകളും നടക്കുന്നുണ്ട്. ഉടൻ വെടിനിർത്തൽ വേണമെന്നാണ് വോട്ടെടുപ്പിൽ പങ്കെടുത്ത ഭൂരിഭാഗവും ആവശ്യപ്പെട്ടത്. ഉടൻ വെടിനിർത്തൽ കരാർ ഉണ്ടാക്കി ബന്ദികളെ മോചിപ്പിക്കണമെന്നാണ് വോട്ടെടുപ്പിൽ ഉയരുന്ന ആവശ്യം. ഹമാസ് തട്ടിക്കൊണ്ടുപോയ ഇസ്രായേൽ ബന്ദികളിൽ ഭൂരിഭാഗവും വെടിനിർത്തലിലൂടെയോ മറ്റു കരാറുകളിലൂടെയോ മോചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ 50 പേർ ഗസയിൽ തന്നെ തുടരുന്നതായാണ് റിപ്പോർട്ട്. ഇവരിൽ 20 പേരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെന്നാണ് ഇസ്രായേൽ കരുതുന്നത്. നെതന്യാഹുവിൻ്റെ ഗാസ പിടിച്ചെടുക്കാനുള്ള നീക്കത്തിനെതിരെ അതിനിടെ ഹമാസ് രംഗത്ത് വന്നു. അട്ടിമറി എന്നാണ് ഹമാസ് നേതൃത്വം നീക്കത്തെ വിശേഷിപ്പിച്ചത്. ഗാസ പിടിച്ചെടുത്ത് വെടിനിർത്തൽ ചർച്ചകൾക്കിടെ ഗാസ മുനമ്പിൻ്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിനെക്കുറിച്ചുള്ള നെതന്യാഹുവിൻ്റെ പ്രസ്താവനയെ അട്ടിമറി നീക്കമായാണ് കാണുന്നത്. തടവുകാരെ മോചിപ്പിക്കാനും തൻ്റെ വ്യക്തിപരമായ താൽപ്പര്യങ്ങൾ നടപ്പാക്കാനാണ് നെതന്യാഹു ശ്രമിക്കുന്നത്, ഹമാസ് നേതൃത്വം പ്രസ്താവനയിലൂടെ പറഞ്ഞു. ഈ നീക്കത്തെ വംശഹത്യയാണെന്നാണ് ഹമാസ് ആരോപിക്കുന്നത്. നെതന്യാഹു ബന്ദികളെ ഉപേക്ഷിച്ച് വെടിനിർത്തൽ ചർച്ചകൾ അട്ടിമറിക്കുകയും ചെയ്തുവെന്നും ഹമാസ് ആരോപിക്കുന്നു. നെതന്യാഹുവിൻ്റെ പുതിയ നീക്കം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ വലിയൊരു വർധനവുണ്ടാക്കും. ആക്രമണം മുഴുവൻ ഗാസ മുനമ്പിലേക്കും വ്യാപിച്ചേക്കാം. കൂടാതെ ദശലക്ഷത്തിലധികം സാധാരണക്കാരെ കുടിയിറക്കാനും സാധ്യതയുണ്ട്. അതിനിടയിൽ ഇസ്രായേൽ സൈന്യത്തിന് തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഹമാസ്. ഹമാസിൻ്റെ സായുധ വിഭാഗമായ അൽ-ഖസാം ബ്രിഗേഡുകളാണ് ഇസ്രായേലിൻ്റെ സൈനിക കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയത്. കിഴക്കൻ ഗാസ നഗരത്തിലെ അൽ-തുഫ മേഖലയിലുള്ള ദാറൽ അർഹാം സ്കൂളിന് സമീപത്തെ ഇസ്രായേലിൻ്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ സൈറ്റിൽ ഷെല്ലാക്രമണം നടത്തിയതായി അൽ-ഖസാം ബ്രിഗേഡുകൾ അവകാശപ്പെട്ടു. തെക്കൻ ഗാസയിൽ ഖാൻ യൂനിസിനടുത്ത് മറ്റൊരു കമാൻഡ് സൈറ്റിനെ ലക്ഷ്യം വെച്ചും അൽ-ഖസാം ബ്രിഗേഡുകൾ ഷെല്ലാക്രമണം നടത്തി. ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രായേൽ സേനയെ അൽ-ഖസാം ബ്രിഗേഡുകൾ പ്രതിരോധിക്കുന്നതായി ഇറാൻ മാധ്യമമായ ടെഹ്റാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തു. ആക്രമണം ഇസ്രായേൽ സേനയ്ക്ക് വലിയ നാശം വിതച്ചതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഖാൻ യൂനിസിന് വടക്ക് കിഴക്കുള്ള അൽ സന പ്രദേശത്ത് അൽ-ഖസാം സൈന്യം ഇസ്രായേൽ സൈന്യത്തിൻ്റെ കവചിത വാഹനത്തിന് നേരെ ബോംബാക്രമണം നടത്തി. ആക്രമണത്തിൽ പട്ടാളക്കാർക്ക് ജീവൻ നഷ്ടപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തതായി റിപ്പോർട്ടുണ്ട്. ആക്രമണ വിവരം IDFും സ്ഥിരീകരിച്ചിട്ടുണ്ട്.